കാലാവസ്ഥയിലനുസരിച്ച് തവളക്കണ്ണൻ ഇങ്ങനെ കട്ടമോളൻ പല കൃഷികളിങ്ങനെ ചെയ്യാറുണ്ട് അന്ന് കാലത്ത്. ആ കാലാവസ്ഥ അനുസരിച്ചും പറമ്പിൻ്റെ ഇതനുസരിച്ചൊക്കെയാണ് ചെയ്യാറ്. പറമ്പ് കുറേ നല്ല പറമ്പാണെങ്കിൽ, നല്ല പറമ്പെന്ന് വെച്ചാൽ വിസ്താരമായിട്ട് കിടക്കുന്ന പറമ്പൊക്കെ ആണെങ്കിൽ അതിൽ അന്ന് മോളം വിതയ്ക്കും. മോളം വിതച്ചാൽ 5-6 മാസത്തിൽ കൊയ്യാൻ പറ്റും. കരനെല്ല് കൃഷി ചെയ്യുന്നത് മോൾ ഭാഗത്ത് വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെ വർഷക്കാലമാകുമ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് തന്നെയാണ് ഒക്കെ കൃഷി ചെയ്യുക. അപ്പം പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, മഴ പെയ്ത് അങ്ങനെ അത് കിട്ടുമല്ല. അപ്പം അത് കാരണം കൊണ്ട് നല്ല വിളവും കിട്ടും. അത് പല സൈസ് നെല്ലുകളുണ്ട്. നെല്ലുകളിൽ തന്നെ മോഡേൺ കട്ടമോഡേൺ പല സൈസും ഉണ്ട്. എനിക്ക് അത് ഓർമ്മയിലും വെക്കും വരുന്നില്ല കാര്യങ്ങൾ. നെല്ല് സംഭരിച്ചു വെച്ചിരുന്നില്ലേ? അതിന്റെ ടെക്നോളജി എന്തായിരുന്നു? എങ്ങനെയായിരുന്നു അത് സംഭരിച്ചു വെക്കാറുണ്ടായിരുന്നു? ഈ രാസവളമൊക്കെ എന്താണ് രാസവളം അന്ന് കാലത്തൊന്നും രാസവളം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓർമ്മയില് കുട്ടിക്കാലത്തും രാസവളങ്ങളൊക്കെ വളരെ അപൂർവമാണ്. കിട്ടണമെങ്കിൽ തന്നെ കുറെ അകലെ പോകണം. 5-6 മൈൽ 5-8 മൈൽ അകലെ പോയാലേ രാസവളം കിട്ടുള്ളൂ. അന്നൊക്കെ ബുദ്ധിമുട്ടാണ്, രാസവളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാറുമില്ല. ചാരം ഇങ്ങനെയുള്ള ഇതുകളാണ് അന്ന് പ്രത്യേകിച്ച് ചെയ്യാറ്. പിന്നെ ഇങ്ങനെ കുട്ടിക്കാലത്തിൻ്റെ അത് കുറെ അങ്ങനെ എൻ്റെ നല്ല പ്രായം വരുമ്പോഴേക്കും വളങ്ങൾ, ഇംഗ്ലീഷ് വളങ്ങളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ കുട്ടിക്കാലത്ത് വളങ്ങൾ അങ്ങനെയുള്ള ഇംഗ്ലീഷ് വള കാര്യങ്ങളൊന്നുമില്ല. അന്ന് ചാണം, ചവറ് കണ്ടുമാനം. ഇപ്പോൾ പാടത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ, വർഷക്കാലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ തുകലും ചവറും ചാണമിട്ട് കംപ്ലീറ്റ് പാടത്ത് ചിന്നും. പാടത്ത് ചിന്നി കഴിഞ്ഞിട്ട് പിന്നെ ഉഴുതു മറിച്ച് വെള്ളമൊക്കെ പാകത്തിന് ശരിയാക്കി വിതയ്ക്കുന്നത്. അന്ന് അങ്ങനെയാണ് വിതയ്ക്കില്ല. വർഷക്കാലത്തെ വിത. വേനൽക്കാലത്ത് പിന്നെ മറ്റേ ചവറൊന്നും വേണ്ട. ഉഴുതും കഴിഞ്ഞിട്ട് അത് നല്ല പൊടിയാക്കി വിതയ്ക്കുക. വിതച്ച് അതുപോലെ ചില ആൾക്കാർ ഈ വലിയ പിണ്ടി നീളത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് ഇന്ന് വെച്ച് മുമ്പന്നെ ഉഴുതും കഴിഞ്ഞിട്ട് പിന്നെ വിത്ത് വിടാൻ വേണ്ടി കഴിഞ്ഞിട്ട് വിത്ത് മൂടാനായിട്ട് ഈ പിണ്ടി ഒരു ഇത്ര നീളത്തിൽ ഒരു പിണ്ടിയുടെ കഷ്ണം വെച്ചും കഴിഞ്ഞിട്ട് മരുന്ന് പോത്ത ഉഴുവാണെങ്കിൽ ഉഴുവാ. ചില ആൾക്കാർ വലിച്ച് ആ ഇതുകളൊക്കെ അങ്ങനെ നിരത്താറുണ്ട്. ഇപ്പോൾ ആ ഉഴുത സ്ഥലങ്ങൾ വിതച്ചതിന് ശേഷം വിത്ത് മൂടാൻ വേണ്ടിയിട്ട് വലിച്ച് അത് വൃത്തിയാക്കും. അങ്ങനെ പിന്നെ വിത്ത് മുളച്ച് വന്നോളും. അന്ന് വാഴപ്പിണ്ടി ഉപയോഗിച്ചിരുന്നു എൻ്റെ അറിവില്ല. പിന്നെ ചെരുപ്പ് മുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ വാഴപ്പിണ്ടി ഉപയോഗിക്കും, ചെരുപ്പ് മുട്ടി എന്ന് പറയും. ചെരുപ്പ് മുട്ടി സാധനം ചെരുപ്പ് മുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഈ ചെരുപ്പ് മുട്ടി ഏതാണ്ട് ഒരു 2-3 കോല് 2-3 കോല് നീളത്തിൽ മുറ്റിണ്ടായിരിക്കും. അതുമ്മ അതിൻ്റെ സെൻറ്ററിൽ പിടി ഉണ്ടാക്കി വളരെ ഉഴുത് നോകത്തുമ്മ ഇത് കെട്ടും. ഇത് കെട്ടി കഴിഞ്ഞിട്ട് മൂരി കൊണ്ടും ഒലിപ്പിച്ച് അങ്ങനെ മൂടാറുണ്ട്. വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് ആ വർഷക്കാലത്ത് വെറുതെ വിതച്ച് ഇടലേ പതിവുള്ളൂ. വർഷക്കാലത്ത് മൂരിനെ കൊണ്ട് നല്ല ഒരു കണ്ടങ്ങളിൽ വെള്ളം പാകത്തിന് നിർത്തി കഴിഞ്ഞിട്ട് ഉഴുത് അത് നിരപ്പാക്കി വിത്ത് വിതയ്ക്കുക. വിത്ത് വിതച്ചാൽ മതി, പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വെള്ളം വാറ്റിയിടുക. വിത്ത് മുളച്ച് പോകുന്നത്. അന്ന് ഈ വെള്ളം വരുന്നത് എവിടെ നിന്ന്? മറ്റേ പ്ലാക്കൊട്ടയൊക്കെ വെച്ചിട്ട് കോരുകയാണോ അല്ലെങ്കിൽ തോട്ടിക്കൂടെ വരുന്ന വെള്ളമാണോ? വർഷക്കാലത്താകുമ്പോൾ പിന്നെ അത് നനയ്ക്കേണ്ട മഴയുടെ വെള്ളം ഉണ്ടല്ലോ, മഴവെള്ളമുണ്ട്. വേനൽക്കാലത്താകുമ്പോൾ മറ്റേ
കാളത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുകളോ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കണ്ടത്തിൽ കയറ്റി കൃഷി ചെയ്യും. വിതയ്ക്കുക കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കും. പുല്ല് പറിക്കലൊക്കെ എങ്ങനെയായിരുന്നു? ഏഹ് പുല്ലേ കളകൾ വരില്ല. പുല്ല് അന്ന് പുല്ലൊക്കെ മറപ്പിക്കാൻ പെണ്ണുങ്ങളെ നിർത്തിയാണ് പറപ്പിക്കുക. നെല്ലൊരു ഒരടി ഉയരം വരുമ്പോൾ 1 അടി 1.5 അടിയൊക്കെ ഉയരം വരുമ്പോൾ പെണ്ണുങ്ങളെ പുല്ല് പറിക്കാൻ പ്രത്യേകമായിട്ട് അത് പരിചയം വേണം പെണ്ണുങ്ങൾക്ക്. പഴയ കാലത്ത് പെണ്ണുങ്ങളെ പിന്നെ ഒരു 5-8 ആളെ വെച്ചും കഴിഞ്ഞിട്ട് പുല്ല് പറപ്പിക്കും. പുല്ല് പറപ്പിച്ച് പിന്നെ വളം ചിന്നി അങ്ങനെ നെല്ല് കൃഷി 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യം വളം ചിന്നി നെല്ല് നല്ല നിലയ്ക്ക് വരും. രാസവളം ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കല്ല, കുറേ കാലം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൃഷി രാസവളം മാറ്റി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ കൃഷി നന്നാവില്ല. പഴയ കാലത്ത് എന്ന് വെച്ചാൽ മറ്റേ ചാരം അത് നിലനിന്ന് പോരുത് എന്നും ഒരേ ലെവലിൽ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ രാസവളമാകുമ്പോൾ ആ തൽക്കാലത്തെ ആ ഒരു പ്രത്യേകിച്ച് നെല്ല് കൂടുതൽ കിട്ടുന്നല്ലാണ്ട് ഒടുവിൽ അത് മോശമായിട്ടാണ് വരുന്നത്. ആ കൃഷി ഭൂമിയും നാശമാവും രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ്. അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ. അത് ചിലപ്പോൾ പിന്നെ രാസവളം ഒഴിവാക്കാണ് പിന്നെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയിൽ രാസവളം ചെയ്തിട്ട് ഞാൻ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു 4-5 ഏക്കർ ഭൂമിയിൽ അന്ന് കാലത്ത് കൃഷി ചെയ്യും. ഞാൻ മാത്രമല്ല അവിടെ നാട്ടിലെ ആൾക്കാരും വന്ന് കൃഷി ചെയ്യും. അപ്പം അന്ന് ഞാൻ കുമ്പള കൃഷി ചെയ്യും. കുമ്പള കൃഷി ചെയ്യാന്ന് വെച്ചാൽ അത് ഈ ഓണത്തിൻ്റെ അതിന് കിട്ടുന്ന മാതിരിയാണ് കൃഷി ചെയ്യാറ്. അന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ കുമ്പളങ്ങ ഓണത്തിൻ്റെ സീസണ് കിട്ടാണ്ട് വരുന്നുള്ള തോന്നൽ വരുമ്പോൾ പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്യും. ഇംഗ്ലീഷ് വളം ചെയ്യാത്തിട്ട് കൂടുതലായിട്ട് ഇംഗ്ലീഷ് വളം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും. അങ്ങനെ ചാലക്കുടിന്ന് ഒരു കച്ചവടക്കാരൻ വരാറുണ്ട്, ഞാനായിട്ട് പരിചയമുണ്ട്. അയാൾ വരും. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുമ്പളങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ എന്നല്ല പച്ചക്കറി കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ രാസവളം കുറച്ച് കൂടുതൽ ചെയ്യും. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും, കായുണ്ടായി കിട്ടും. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ തലേ ദിവസം പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങി മറ്റേ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിൽ സാധനം ചെയ്യും. അപ്പോൾ ഈ കച്ചവടക്കാരൻ വരും. അപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ട് പറയും, രാസവളം കൂടുതൽ ചെയ്തല്ലേ എന്ന് ചോദിക്കും ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും ചെയ്തു. കാരണം വെച്ചാൽ സാധനം കിട്ടാൻ കുറച്ച് വൈകി, കുമ്പളങ്ങ കുറച്ച് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ചീഞ്ഞു പോണത് എന്ന് അയാളും പറയും.